ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പലഹാരമാണ്. ഇത് ഒരു ബൗള് അരിപ്പൊടി, ഒരു ബൗള് ഗോതമ്പ് പൊടി, ഇത് രണ്ടും കൂടി ചേർത്താണ് എടുക്കുന്നത്. ഇത് ഓരോന്ന് ഗോതമ്പ് പൊടിയിലും എടുക്കാം, അരിപ്പൊടിയിലും എടുക്കാം. പക്ഷേ നമ്മളിത് രണ്ടും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 10-15 പഴം പൊളിച്ച് വെച്ചിട്ടുണ്ട്. കാരണം പഴം കൂടുതൽ എടുക്കുന്നത് വെച്ചാൽ ചെറിയ പഴമാണ്, എങ്കിലും ഒരു 15 പഴമുണ്ട്. അതിന് വേണ്ടുന്ന അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, മുന്തിരി എല്ലാം കൂടി നമുക്കിനി നെയ്ക്കകത്തോട്ട് വറുത്തെടുക്കാം. അരിപ്പൊടിയും ഗോതമ്പൊടിയും കൂടെ എന്നിട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂട് ശർക്കര പാനിയാണ്. അതിലോട്ട് നമുക്ക് പഴം ഒന്ന് മിക്സിക്കകത്തൊന്ന് അടിച്ച് അതിലോട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ചുക്കുപൊടി കുറച്ചിടുക, ഏലക്ക കൂടുതലിടുക. ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. പഴം അടിച്ച് വെച്ചേക്കുന്നതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടി നമുക്ക് നെയ്യ് കൂടെ ചേർത്ത് ഇതിലോട്ടിട്ട് കൊടുക്കാം. നമ്മൾ ഈ പരുവത്തിന് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർത്തില്ല. ആ ശർക്കര പാനിയും പഴവും മാത്രം ഇട്ട് ഞെവിടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ സമയം നമ്മളിത് വെച്ചേക്കണം. മാവിന് നല്ല മയം വരാനും. നമുക്കിതൊന്ന് വഴണയിലേക്കകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഇതെല്ലാം ഇതുപോലെ ഒന്നാക്കി റെഡിയാക്കി നമുക്ക് കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തെരളി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്.